ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൈനിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ റിയൽമി ജിയുടെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന വേരിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേസിംഗ് യെല്ലോ കളറാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഇത് ലിമിറ്റഡ് എഡിഷൻ കളറാണ്. ദാറ്റ് മീൻസ് 12/25 GB വേരിയന്റിൽ മാത്രമുള്ള കളറാണ്. 820 വരുമ്പോൾ ഡാഷിംഗ് സിൽവറും ഡാഷിംഗ് ബ്ലൂ എന്ന് പറഞ്ഞ രണ്ട് കളേഴ്സ് മാത്രമാണ് വരുന്നുള്ളൂ. 12/256 എക്സ്ക്ലൂസീവ് കളറാണ് നമ്മുടെ റേസിംഗ് യെല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അത്യാവശ്യം നീറ്റ് ബോക്സ് ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ബോക്സിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് സ്നാപ്ഡ്രാഗൺ 888 സോണി ക്യാമറാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, സ്നാപ്ഡ്രാഗൺ 888 65 വാട്ട്സ് 120 Hz AMOLED സോണി IMX 682 ആണ് വരുന്നത്. സോ അതിൻ്റെ സോണി 64 ട്രിപ്പിൾ ക്യാമറാസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി ഓക്കെ എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് സ്ലീപ്പ് എന്നൊരു സംഭവമുണ്ട്. സോ നമുക്കത് പുറത്തെടുക്കാം. സോ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സോ നമ്മുടെ ഒരു കേസ് വരുന്നുണ്ട്, ട്രാൻസ്പെറൻറ്റ് കേസ്. ഒരു സോർട്ട് ഓഫ് നോർമൽ പ്യുവർ വൈറ്റ് കേസ് അല്ല, ദറ്റ് മീൻസ് പ്യുവർ ട്രാൻസ്പെറൻറ്റ് കേസ് അല്ല വരുന്നത്. ഒരു സോർട്ട് ഓഫ് ഒരു സ്മോക്കി ഫിനിഷാണ് വരുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒരു സേഫ്റ്റി ഗൈഡും വരുന്നുണ്ട്. പിന്നെ എൻ്റെ പുറകിലൊരു സിം ഇജക്ടർ ടൂളും വരുന്നുണ്ട്. അവിടെ ഡയറക്റ്റ് ലീപ്പ് എന്നൊരു ഇതും വരുന്നുണ്ട്. സോ ഗൈസ്, പിന്നെ നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ ഫോൺ ഓക്കേ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റേസിംഗ് യെല്ലോ കളർ റിയൽമി GT. വാവ്. ഓക്കെ, സോ ബോക്സിൽ പിന്നെ നമുക്ക് നമ്മുടെ നോർമൽ USB Type-C ഡാറ്റ കേബിൾസും പിന്നെ നമ്മുടെ സൂപ്പർ ഡാറ്റ് ചാർജറാണ് വരുന്നത്. സോ നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഫോൺ നോക്കാം. സോ ഗൈസ്, ഓക്കേ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി GT റേസിംഗ് യെല്ലോ കളർ. സോ ഇത് സോർട്ട് ഓഫ് കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ലെതർ ഫിനിഷാണ്, ഗ്ലാസ് ഫിനിഷ് അല്ല, ലെതർ ഫിനിഷാണ് ഇവിടം വരെ. ആൻഡ് ഇവിടെ സോർട്ട് ഓഫ് ഒരു പ്ലാസ്റ്റിക് ബാക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ആണോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെറ്റപ്പ്, ഒരു ഗ്ലാസിൻ്റെ ഒരു ഫിനിഷ് തോന്നുന്നില്ല. ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് വന്ന ഒരു കട്ടൗട്ട് പോലെ. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ ലെതർ ഫിനിഷാണ് തന്നെ. ആൻഡ് യെസ്, നമ്മുടെ ഡിസ്പ്ലേ. ഓക്കെ, സോ ഡിസ്പ്ലേ സൈസ് 6.4. അത്യാവശ്യം കയ്യിൽ ഒരു എന്താണ് ബൾക്കി ഫീൽ തോന്നാത്തൊരു പക്ക ഹാൻഡി ആയിട്ടുള്ളൊരു ഫീൽ തന്നെ ഉണ്ട് നമുക്ക് കൈ കിട്ടണേ. സോ നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ബൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ റിയൽമി ലോഗോ. സോ നമുക്ക് ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ട് വരാം. സോ ഗൈസ്, ഓൾ ഡൺ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റിയൽമി GT. സോ 6.43 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു ഫുൾ HD 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് മീനും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ബിൽഡ് കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തിക്നെസ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 9.1 mm ആണ് തിക്നെസ് വന്നത്. അതിൻ്റെ മെയിൻ കാര്യം ഇത് ലെതറിനാണ് ഈ ഒരു തിക്നെസ്. നമുക്കിപ്പോൾ ഗ്ലാസ്, ദാറ്റ് മീൻസ് നമ്മുടെ 8 to 128 GB വേരിയൻസ് ആണ്, ദാറ്റ് മീൻസ് ഡാഷിംഗ് സിൽവറോ ഡാഷിംഗ് ബ്ലൂ ആണെങ്കിൽ 8.4 mm കുറച്ച് സ്ലിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് വേരിയൻസ് 8 to 128 വേരിയൻസ്. ആൻഡ് 186 grams ആണ് വെയിറ്റ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, കുഴപ്പമില്ല, വലിയ സീനില്ല. 186 grams ആണ് വെയിറ്റ് വരുന്നത്. ഓക്കെ, ആൻഡ് അത് ഇവിടെ കണ്ട ഒരു കളറൊക്കെ, ഒരു ആ പവർ ബട്ടണൊക്കെ വേറെ കളറിൻ്റെ ആ യെല്ലോയുടെ ലൈറ്റ് ഇൻറ്റഗ്രേഷൻ. സോ ഒരു തീം തന്നെ, ഒരു റേസിംഗ് എഡീഷൻ പോലത്തെ ഒരു സെറ്റപ്പാണ് ഫീൽ ചെയ്തത്. മീൻസ് നമ്മുടെ IQ7 ലെജൻഡിനെ കൂട്ട് BMW പകരം അവരൊരു സ്പെഷ്യൽ എഡീഷൻ പോലെ കൊണ്ടുവന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഡിസ്പ്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 120 Hz റീഫ്രഷ് റേറ്റാണ് നമുക്ക് ഡിസ്പ്ലേ വരിക. സോ ഡിസ്പ്ലേ all the way up to more and screen refresh rate ഉണ്ടോ, ഹൈ നമുക്ക് 120 Hz refresh rate ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ് കേട്ടോ. ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആണ് കാര്യം. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ബ്ലോട്ട്വെയർസ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മോജ് കിടപ്പുണ്ട്, ജോഷ് കിടപ്പുണ്ട്, പിന്നെ ഫിൻഷൽ, അങ്ങനെ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് വലിയ കുഴപ്പമില്ല. കുറച്ച് മോജ്, ജോഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നോക്കാം. ഉണ്ടോ, ഡയറക്റ്റായിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അൺഇൻസ്റ്റാൾഡ് മോജ്, അൺഇൻസ്റ്റാൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സീനൊന്നുമില്ല, അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് ആ ബ്ലോട്ട്വെയർസിനെ കൊണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ റിയൽമി GTയുടെ ഡിസ്പ്ലേ. സോ 6.43 ഇഞ്ചിന് അത്യാവശ്യം 1080 to 2400 പിക്സൽസ് വരുന്നുണ്ട്. PPI 409 PPI വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പഞ്ചി കളേഴ്സാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഡിസ്പ്ലേക്ക് അതിന് കുറച്ച് സെറ്റിങ്സ്, ദറ്റ് മീൻസ് നമ്മുടെ OnePlus എന്നൊക്കെ കണ്ട പോലത്തെ ഒരു സംഭവം കിടപ്പുണ്ട്. ദറ്റ് മീൻസ് നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിനകത്ത് രണ്ട് ഓപ്ഷൻസ് കണ്ടിട്ടുണ്ടോ. ഉണ്ടോ, O വിഷൻ അൾട്രാ
O1 അൾട്രാ വിഷൻ എഞ്ചിനകത്ത് നമുക്ക് വീഡിയോ കളർ എൻഹാൻസർ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇമേജ് ഷാർപ്പനർ യൂസ് ചെയ്യാം. സോ എൻഹാൻസർ റെസൊല്യൂഷൻ ഓഫ് വീഡിയോസ്. ഇപ്പോൾ നിങ്ങൾ ലോ ക്വാളിറ്റി വീഡിയോസ് ആണ് ഇവിടെ ഇടാം. പിന്നെ ഞാൻ അത്യാവശ്യം ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആയ കാരണം നമുക്ക് വീഡിയോ കളർ എൻഹാൻസർ. സോ നമ്മുടെ നോർമലി സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ കുറച്ചും കൂടെ ഹൈ ഡെഫിനേഷൻ ഡൈനാമിക് റേഞ്ച് കൂട്ടും. സോ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. വലിയ ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. വലിയൊരു ഡിഫറൻസ് ഇല്ല. മൈറ്റ് ബി സ്ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ബട്ട് നമ്മൾ നോർമലി നോക്കുമ്പോൾ വലിയ അറിയത്തില്ല. പിന്നെ കളേഴ്സൊക്കെ അത്യാവശ്യം നല്ല ഷാർപ്പ് കളേഴ്സൊക്കെ തന്നെയാണ്. ഓക്കെ, വലിയ സോർട്ട് ഓഫ് ഇഷ്യൂസ് ഇല്ല. ആ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേയിൽ ഒരെണ്ണം ആൾമോസ്റ്റ് ഓക്കെ, എല്ലാ രീതിയിലും ഓക്കെ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഓക്കെ, ബാഡ് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് എല്ലാം കൊണ്ടും ടോപ്പ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ പിന്നെ നമുക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്പീക്കേഴ്സ് ടൈപ്പ് സി, പിന്നെ ഗ്ലാഡ് നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്, പിന്നെ മൈക്ക് 1, മൈക്ക് 2, പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിം ഇജക്ടർ, നമ്മുടെ ദാറ്റ് മീൻസ് സിം കാർഡ്, പവർ വോളിയം അപ്പ് ഡൗൺ ആൻഡ് പവർ ബട്ടൺ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. സോ ഡിസ്പ്ലേ എനിക്ക് ബാഡ് അടിക്കാനൊന്നുമില്ല. നമുക്ക് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം ജസ്റ്റ്. ഓക്കെ, സോ ഓഡിയോ ഓക്കെ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെങ്കിൽ ആ ഒരു അത്യാവശ്യം ഉണ്ട്. എനിക്ക് ബാഡ് അടിക്കേണ്ടതെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം ഓക്കെ ആണെന്നല്ല, അത്യാവശ്യം സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ഒരു ഇമേഴ്സീവ് എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ബാഡ് അടിക്കാനൊന്നുമില്ല. ഓക്കെ, സോ ആൻഡ് ഇഫ് നമ്മളിപ്പോൾ iQ7 ലെജൻഡ് ആണ് ഇതിൻ്റെ ഗ്രാറ്റ് കോമ്പറ്റീറ്റർ ഉണ്ട്. സോ അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടും. പിന്നെ സ്ലൈറ്റ് ഒരു ഡിഫറൻസ് ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. iQ7 ലെജൻഡ് വേഴ്സസ് നമ്മുടെ Realme Gt. സോ അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, സോ അത് കാണാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത് വെച്ചാൽ 360 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ശരിക്കും 360 തന്നെയാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇപ്പോൾ കണ്ടോ 280 അറൗണ്ടാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. 280 മാക്സിമം ടച്ച് ചെയ്യുന്നത് 290 ആണ്. ആൻഡ് നമ്മളിപ്പോൾ GT മോഡ് ഓൺ ആയി കഴിഞ്ഞപ്പോൾ 290 കിട്ടിക്കൊണ്ടിരുന്ന സംഭവം നമുക്കൊരു 300 റേഞ്ച് കിട്ടുന്നുണ്ട്. 360 റേഞ്ച് കിട്ടും. സോ എക്സാക്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നതിനകത്ത് ബട്ട് 360 മൈനസ് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ്, അതായത് 360 മൈനസ് 120 ആയിരിക്കും നമ്മുടെ ടച്ച് സാമ്പിൾ റേറ്റ്. ദാറ്റ് മീൻസ് ഒരു 240 ഹെർട്സ് നമുക്ക് നോർമലി ടച്ച് സാമ്പിൾ റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയാൻ തന്നെ മീൻസ് ഇതിൻ്റെ ചിപ്പാണ്. ദാറ്റ് മീൻസ് സ്നാപ്ഡ്രാഗൺ 888 ആണ് ചിപ്പ് വരുന്നത്. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് ഫോൺ. സോ ഇതിൻ്റെ ടു ബെഞ്ച് മാർക്ക് നമുക്ക് ജസ്റ്റ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിക്കാം. ഉണ്ടോ, $7,25,000 അടുത്ത് ബെഞ്ച് മാർക്ക് വരുന്നുണ്ട്. സോ ടോപ്പ് വൺ എമംഗ് ദ ടോപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഡിഫീറ്റഡ് 95% ഓഫ് ദ യൂസേഴ്സ്. കാരണം അത്യാവശ്യം 888 ഇപ്പോഴത്തെ ടോപ്പാണല്ലോ. ഓക്കെ, സോ എനിക്ക് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് തന്നെ ഫോണാണ് നമ്മുടെ നമ്മുടെ Realme Gt. സോ പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8.9 ഡിഗ്രി ടെമ്പറേച്ചർ ഹൈപ്പ് വന്നിട്ടുണ്ട്. നോർമലി ഒരു 5 to 6 ഡിഗ്രി ഒക്കെയാണ് വരാറ്. ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററി ഡ്രോപ്പ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ CPU GPU അത്യാവശ്യം നല്ല സ്കോർസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പെർഫോമൻസ് സൈഡിൽ പക്കയാണ്. പിന്നെ Adreno 660 ആണ് GPU വരുന്നത്. 2.84 GHz ആണ് മാക്സിമം ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മെയിൻ കാര്യം ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതൊരു 5% നമ്മുടെ കോർ ടെമ്പറേച്ചർ 5%ഓളം 15%ഓളം കുറയ്ക്കുമെന്നാണ് പറഞ്ഞത്. 15 ഡിഗ്രി സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. സോ ഓവറോൾ കുഴപ്പമില്ല. ബട്ട് ഇച്ചിരി കൂടെ ഒരു കൂളിംഗ് എനിക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് നമുക്ക് iQ7 കുറിച്ച് നോക്കുമ്പോഴാണ് ലെജൻഡ്. മീൻസ് ലെജൻഡ് കുറച്ചും കൂടെ ഒരു അങ്ങനെ വാം ആവില്ല. ഇത് കുറച്ചും കൂടെ വാം ആവേണ്ടത്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാം കറക്റ്റ് കൺക്ലൂഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇംപ്രഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്നുണ്ട് നമ്മുടെ ഇത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്യുവർ ഗെയിമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് iQ7 ഒരു ലെജൻഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് ഗെയിമിംഗ് ട്രിഗേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഗെയിമിംഗ് ട്രിഗേഴ്സിന് നമ്മൾ ഡിസ്പ്ലേ തന്നെ നമുക്ക് ലോങ് പ്രസ് നമ്മൾ പോക്കോ FG ഇവിടെയുള്ള 2 ട്രിഗേഴ്സ് പോലെ ഡിസ്പ്ലേ തന്നെ ഹാർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ട്രിഗേഴ്സ് പോലെ വർക്ക് ചെയ്യും. സോ അതൊരു നൈസ് അഡ്വാൻറ്റേജ് ആണ്. ബട്ട് ഇതിനങ്ങനെ സോർട്ട് ഓഫ് അങ്ങനെ എക്സ്ട്രാ ട്രിഗേഴ്സ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ GT മോഡ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ടാക്റ്റൈൽ അത്യാവശ്യം നല്ല ഹാപ്റ്റിക് ആണ് കേട്ടോ.
ഒരു ടങ് നമ്മുടെ നോർമലി ടങ് എഫക്റ്റാണ്, അല്ലാണ്ട് വൈബ്രേഷൻ ഹാപ്റ്റിക് അല്ല. അത്യാവശ്യം നല്ല ഒരു ടാക്ടൈൽ എഞ്ചിൻ വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് ക്യാമറ സെറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 64 MB OIS ഇല്ലാത്ത ഒരു മെയിൻ ക്യാമറയാണ് വരിക. സോണി IMX682 ആണ് മെയിൻ ക്യാമറ വരുന്നത്. പിന്നെ ഒരു 8 MB അൾട്രാ വൈഡ്, പിന്നെ ഒരു 2 MB മാക്രോ ആണ് വരുന്നത്. ഓക്കെ, സോ ഞാൻ സാമ്പിൾ ഷോട്ട്സ് ജസ്റ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. സോ യെസ്, നമുക്ക് ക്യാമറ സാമ്പിൾസിട്ട് പോകാം. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട്, അത്യാവശ്യം ഡീപ്പ് കളേഴ്സൊക്കെ അത്യാവശ്യം നല്ല അത്യാവശ്യം ലെവൽസൊക്കെ ഉണ്ട്. അതിൻ്റെ ഗ്രീൻ ആയാലും അത്യാവശ്യം ഷാർപ്പ് ഗ്രീനാണ്, യെല്ലോ ആണ് അത്യാവശ്യം ഡീപ്പ് യെല്ലോ ഒക്കെ തന്നെയാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ദാറ്റ് മീൻസ് ഇതുണ്ടല്ലോ, എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറാസ് ഉള്ള പല ഫോൺസിനേക്കാളും ഇത് നല്ല ISP, ദാറ്റ് മീൻസ് നമ്മുടെ 888 ചിപ്പിൻ്റെ ISP ഒബ്വിയസ്ലി വേ ഹയർ ആണ്. നമ്മുടെ നോർമലി നമ്മുടെ മിഡ് റേഞ്ച് ചിപ്സ് ഒക്കെ വെച്ച്, അതായത് ഡയമൻസിറ്റി 1200 അല്ലെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 700 സീരീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ISP ആണ്. സോ അതിൻ്റെ ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. സോ ഞാൻ ഈ ഇനിഷ്യൽ ഇംപ്രഷൻ ഈ സോണി IMX682 എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബാഡ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു, ബട്ട് ഒബ്വിയസ്ലി ഇത് നല്ലതാണ്. ഓക്കെ, ആൻഡ് കണ്ടോ ഔട്ട്പുട്ടൊക്കെ അത്യാവശ്യം നല്ല ഡീപ്പർ കണ്ടോ, കളേഴ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ സ്കൈഡ് ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, സൈഡും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ എക്സ്ട്രീം ഡയറക്റ്റ് സൺലൈറ്റ്, ആ ഡയറക്റ്റ് സൺലൈറ്റ് ആണെന്ന രീതിയിൽ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു, കാരണം അവിടെ ഒരു റെയിൻബോ, ഇവിടെ ഒരു ബ്ലർ ഔട്ടൊക്കെ ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ആൻഡ് മാക്രോ മോഡ്, ഡെഡിക്കേറ്റഡ് മാക്രോ ഉണ്ട്, കുഴപ്പമില്ല. ബട്ട് ഇച്ചിരി ഇങ്ങനെ നല്ല ആക്കായിരുന്നു, കുറച്ച് മൈനർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കായിരുന്നു മാക്രോ. ഓക്കെ ഉണ്ടോ, കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ മാനേജ് എന്ന് പറയാം നമുക്ക്. ഓക്കെ ആയിട്ട് തൊട്ടടുത്ത് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് പോയിട്ട് സബ്ജക്റ്റാണ്. ആൻഡ് ഇത് കണ്ടോ, അത്യാവശ്യം നമ്മുടെ മാക്സിമം റെസൊല്യൂഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ 64 MB മോഡിൽ കിട്ടിയ ഫോട്ടോയാണ്, നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് റിയലി ക്ലോസ് ആകാൻ സബ്ജക്റ്റ് ആയിട്ട് കണ്ടോ, നമുക്ക് റിയലി അത്രയ്ക്ക് ക്ലോസ് ആകാൻ പറ്റും സബ്ജക്റ്റ് ആയിട്ട്. ഓക്കെ, കൊള്ളാം. ആൻഡ് ഇത് നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസേഷനാണ്. OIS ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അൾട്രാ സ്റ്റഡി മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. നമുക്ക് നോർമലി അൾട്രാ സ്റ്റഡി മാക്സ് പറഞ്ഞിട്ട് മോഡുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു പോർട്രേറ്റ് മോഡ്, കുഴപ്പമില്ല. നമുക്കൊരു ടെലിഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോർട്രേറ്റ് പക്ക ഇടുന്നാലും കുഴപ്പമില്ല, രീതിയിൽ പോർട്രേറ്റ് ഉണ്ടോ. ആ ലീവ്സ് അല്ലെങ്കിൽ ഗ്രീനൊക്കെ ആയാലും നല്ല ഷാർപ്പ് ഗ്രീൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ അൾട്രാ വൈഡ് ആണ്. ഓക്കെ, 8 MB അൾട്രാ വൈഡ് ആണ് വരുന്നത്. ഡീറ്റെയിലിംഗ് ഇല്ല, ബട്ട് ഇമേജ് കൊള്ളാം. ഡീറ്റെയിലിംഗ് ഇച്ചിരി കുറവാണ്, എന്നാൽ ഇമേജ് കൊള്ളാം. ആൻഡ് ഇത് സെൽഫി ക്യാമറാസ് ഒരു ലൈറ്റായിട്ട് സ്മൂത്തനിങ് വന്നിട്ടുണ്ട്. ഒരു സ്മൂത്തനിങ് വലിയ സ്മൂത്തനിങ് അല്ല, ഓക്കെയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് ഓക്കെ ആയിട്ടുള്ള സ്മൂത്തനിങ്, എന്നാലും ഇച്ചിരി ഡീറ്റെയിലിംഗ് മിസ് ചെയ്തിട്ട് കുറച്ച് സ്മൂത്തനിങ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണേ. ഓക്കെ, സോ ഇത് നമ്മുടെ IQ7 ലെജൻഡ് ആണ്. ഓക്കെ, ആൻഡ് സോ ഇതിൻ്റെ ക്യാമറ UI ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ക്യാമറ UI. സോ നൈറ്റ് മോഡ്, വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ നോർമലി അൾട്രാ സ്റ്റഡി മോഡ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട് മാക്സ്. സോ ഇതാണ് അൾട്രാ സ്റ്റഡി മാക്സ് മോഡ്, കണ്ടോ, അൾട്രാ സ്റ്റഡി മാക്സ്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് AI കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബൊക്കെ മോഡ് പോലെ നമുക്ക് പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ വേണ്ടി ബൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മാനുവലായിട്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഫോട്ടോയ്ക്കകത്ത് AI ഉണ്ട്, HDR ഉണ്ട്, കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് മാക്സിമം റെസൊല്യൂഷൻ 64 MB മോഡ്. പിന്നെ മോറിനകത്ത് നമുക്ക് പ്രോ മോഡ്, പാനോരമ, പിന്നെ അൾട്രാ മാക്രോ, നമ്മൾ അൾട്രാ മാക്രോ, പിന്നെ ഫ്രണ്ടും റിയറും ഒരേ സമയത്ത് എടുക്കാൻ പറ്റിയ മോഡ്സ് ഒക്കെ കിട്ടും. സോ ഓവറോൾ കുഴപ്പമില്ല, എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. OIS ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ മോഡ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ മാനേജബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ LPDDR5 UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്കോർസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കോർസ് പെട്ടെന്ന് കാണിച്ചു തരാം. ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർസ് കിട്ടുന്നുണ്ട്. നമ്മുടെ റീഡ് സ്പീഡ് വരുന്നത് 1000 ആണ്, 38. റൈറ്റ് സ്പീഡ് വന്ന് 1762. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റീഡ് റൈറ്റ് സ്പീഡൊക്കെ കിട്ടുന്നത്. സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബിൽഡിൻ്റെ കാര്യത്തിൽ ഹെഡ്ഫോൺ ജാക്ക്. സോ ഗെയിമേഴ്സ് ആയതുകൊണ്ട് അതാണ് കൊടുത്തിട്ടുണ്ട്, ഹെഡ്ഫോൺ ജാക്ക്. പിന്നെ Wi-Fi 6, Bluetooth 5.2, NFC വരുന്നുണ്ട്. പിന്നെ നമുക്ക് സാർ വാല്യൂ നോക്കുവാണെങ്കിൽ *#07# സാർ വാല്യൂ നോക്കുവാണെങ്കിൽ 1.151 0.748 ആണ് നമ്മുടെ സാർ വാല്യൂ വന്നിരിക്കുന്നത്. പിന്നെ 5G ബാൻസ് ആണെങ്കിൽ 13 5G ബാൻസ്. അപ്പോൾ ഒരു പക്ക ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടാണ് 13 5G ബാൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററി എന്ന് വെച്ചാൽ 4500 mAh ബാറ്ററി, 65 വാട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് ഒരു 0 to എത്ര മിനിറ്റ് ആണ്, ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 കമ്പനി കഴിഞ്ഞാൽ 35 മിനിറ്റ്സിനുള്ളിൽ ഫുൾ ചാർജ് ആവുന്നതാണ്. സൂപ്പർ ഡാർക്ക് ചാർജ് ആണ് വരുന്നത്. ഓക്കെ, സോ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. റാപ്പിഡ് ഫാസ്റ്റ് ആണ്, ബട്ട് ഇടയ്ക്ക് 2 സിനാരിയോസ് ലോക്ക് സ്ക്രീനിൽ നിന്ന്, ദാറ്റ് മീൻസ് സ്ക്രീൻ ഓഫ് ആയിരിക്കുന്ന സമയത്ത് എടുത്തപ്പോൾ ഇടയ്ക്ക് ഇതിപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, സോ ഫാസ്റ്റ് ആണ് കേട്ടോ. അതേ കണ്ടോ, 3, 2, 1 ആൻഡ് ഗോ. കണ്ടോ, റാപ്പിഡ് ഫാസ്റ്റ് ആണ്. ഇനി ഫേസ് സെക്ഷൻ നോക്കാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, അതും ഫാസ്റ്റ് ആണ് കേട്ടോ.
സോ ഗൈസ് ഓവറോൾ ഒരു നൈസ് ഫോണാണ് നമ്മുടെ റിയൽമി GT. ഇപ്പോൾ നമ്മൾ iQ7 ലെജൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചീപ്പറാണ്. ആൻഡ് iQ7 ലെജൻഡ് ബാറ്ററി ബാക്ക് പോകുന്നത് കാരണം 4000 ഉള്ളിൽ 4500 ഉണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് iQ7 ലെജൻഡ് വേഴ്സസ് നമ്മുടെ റിയൽമി GTയുടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. സോ അതിന് കാരണം നിങ്ങൾക്ക് ഒരു പക്ക ഐഡിയ കിട്ടും. സോ എനിക്ക് പേഴ്സണൽ ഫേവററ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയാം, വീഡിയോയിൽ കവിത്ത് കൺക്ലൂഷനും കാര്യങ്ങളും ഞാൻ പറയാം. സോ ഇത് ടോട്ടലി ഒരു ഓവറോൾ നൈസ് പാക്കേജാണ്. AAA ഗെയിമേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണിത്. ദറ്റ് മീൻസ് ടോട്ടലി കൂളിംഗ് ആയി, വേപ്പർ ചേമ്പർ കൂളിംഗ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്, 120 Hz ഡിസ്പ്ലേ, 4500 mAh ബാറ്ററി, LPDDR5 UFS3. സോ ടോട്ടലി പെർഫോമൻസ് പീക്ക് ഫോണാണ്. സോ ഓവറോൾ എനിക്ക് ഇഷ്ടമാണ് ഫോൺ. ദാറ്റ് മീൻസ് പിന്നെ മെയിൻ പ്രൈസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിനകത്തൊക്കെ 3000 രൂപ നമുക്ക് പ്രീപെയ്ഡ്, ദാറ്റ് മീൻസ് ക്യാഷ് ഓൺ ഡെലിവറി അല്ലാണ്ട് നിങ്ങൾ പ്രീപെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപ ഓഫ് കിട്ടും നമ്മുടെ റിയൽമി GTക്ക്. പക്ഷേ കീപ്പ് ഇൻ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ് ഇപ്പോഴത്തെ ഫ്ലിപ്കാർട്ട് ഡെലിവറി. നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡിലേ എടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് 2 വീക്സ് അടുത്ത് എനിക്ക് ഡിലേ ആയ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ചില സിനാരിയോസിൽ ഭയങ്കര ടക്ക് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ആ പോക്കോ F3 GT ഒക്കെ നമ്മുടെ അപ്രോക്സിമേറ്റ് ഡേറ്റിനേക്കാളും 2-3 ദിവസം മുമ്പൊക്കെ എനിക്ക് കിട്ടി. ബട്ട് ഈ ഇടയായിട്ട് കുറച്ച് കൊറോണ സിറ്റുവേഷൻ ആയിരിക്കും, നമുക്ക് ഓബ്വിയസ്ലി എല്ലാം അത് മാനേജബിൾ ആണല്ലോ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ അതൊരു കീപ്പ് ഇൻ മൈൻഡ്. അപ്പം സോ അത്രയും നാളത്തേക്ക് പെട്ടെന്നൊരു എമൗണ്ട് റോൾ ചെയ്തിട്ടിട്ട് ആ കാര്യം നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കും. 3000 രൂപ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് പോലത്തെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വില കുറച്ച് കിട്ടും. ഓക്കെ, സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസിങ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു 35K ഇതിൻ്റെ 828ഉം ഇത് നമുക്കൊരു 39K ഇതിൻ്റെ 12256 കിട്ടും. സോ 40K എന്ന് കൂട്ടിക്കോ. 40Kയിൽ 12GB RAM 256GB ഈ ഒരു പ്രൈസിങ്ങിൽ ജസ്റ്റിഫയബിൾ ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഒരു X7 Max ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഗെയിമർ അല്ലെങ്കിൽ ഇതിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് X7 Max വേഴ്സസ് നമ്മുടെ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ ഡിസൈൻ ആസ്പെക്ട്, അതായത് ഈ ലെതർ ബാക്ക് പ്ലസ് ഇത്, പിന്നെ നമ്മുടെ ഈ 65 വാട്ട് ചാർജർ അത് 50 ആണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 അത് ഡയമണ്ട് സിറ്റി 1200 അങ്ങനത്തെ, പിന്നെ GT മോഡിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ലാത്തവർക്ക്, ദാറ്റ് മീൻസ് ഗെയിമേഴ്സ് അല്ലാത്തവർക്ക് ഒബ്വിയസ്ലി റിയൽമി X7 Max തന്നെ മോർ ദാൻ ഫിനി. അല്ലാത്തവർക്ക് കുറച്ച് ഡിസൈനൊക്കെ കുറച്ചുകൂടെ നോക്കണവർക്കാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അവർ റിയൽമി GT മാസ്റ്റർ ഇട്ട് പോകും. സോ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് ആൻഡ് ക്വിക്ക് റിവ്യൂ. നമ്മുടെ ഫസ്റ്റ് റിവ്യൂ പോലെ ജസ്റ്റ് ഒരു ഇംപ്രഷൻ പറഞ്ഞാണ്. ഓക്കെ, സോ ഗൈസ് ദാറ്റ്സ് ഓൾ, സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.